ഇനി ആൽക്കീൻ എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് നമുക്ക് നോക്കേണ്ടത് ഈ ആൽക്കീൻസിന്റെ പ്രിപ്പറേഷൻ മെത്തേഡ്സ് ആണ്. നമ്മൾ ആൽക്കീൻസിന്റെ പ്രിപ്പറേഷൻ മെത്തേഡ് പഠിച്ചതുപോലെ തന്നെ ആൽക്കീന്റെ പ്രിപ്പറേഷൻ മെത്തേഡുകളും പഠിക്കണം. ആൽക്കീന്റെ പ്രിപ്പറേഷൻ മെത്തേഡിനകത്ത് ഓർമ്മ ശരിയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട 4 പ്രിപ്പറേഷൻ മെത്തേഡുകളുണ്ട്. ഓരോ റിയാക്ഷൻസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. വളരെ കൃത്യമായിട്ട് എഴുതി പഠിക്കുകയും വേണം. ഓരോ റിയാക്ഷൻസും വളരെ വ്യക്തതയോടെ എഴുതി പഠിക്കണം. പ്രിപ്പറേഷൻ ഓഫ് ആൽക്കീൻസ്. ഒന്നാമത്തെ പ്രിപ്പറേഷൻ മെത്തേഡ് പറയുന്നത് ഫ്രം unsaturated hydrocarbons എന്ന് പറയേണ്ട കാര്യമില്ല, എന്ത് പറഞ്ഞാലും മതി. ഫ്രം ആൽക്കൈൻസ്. ആൽക്കൈൻസിനകത്ത് നമുക്ക് എങ്ങനെ ആൽക്കീനെ പ്രിപ്പയർ ചെയ്യാം നമുക്കറിയാം മെത്തേഡ്. നമ്മൾ ആൽക്കീന്റെ പ്രിപ്പറേഷൻ പഠിച്ചത് ജസ്റ്റ് നോക്കി നോക്കുക. ഇതൊരു ആൽക്കൈനാണ്. എങ്ങനെ മനസ്സിലായി? കാർബൺ ആറ്റമുകളിലെ ബോണ്ട് എന്ത് ബോണ്ടാണ്? ട്രിപ്പിൾ ബോണ്ട് ആയതുകൊണ്ട് തന്നെ ഇതൊരു ആൽക്കൈൻ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. ഈ ആൽക്കൈനെ നമുക്ക് എങ്ങനെ ആൽക്കീൻ ആക്കി മാറ്റണം? ദാറ്റ് ഈസ് ട്രിപ്പിൾ ബോണ്ടിനെ ഡബിൾ ബോണ്ട് ആക്കി മാറ്റണം. എന്താ മാർഗം? ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യുക. ബ്രേക്ക് ചെയ്യണമെങ്കിൽ എന്താ മാർഗം? ഒരാളെ ആഡ് ചെയ്യുക. ഹൈഡ്രോകാർബണിലെ ഉണ്ടാകേണ്ടത് വേറെ ആഡ് ചെയ്യാൻ പറ്റുമോ? ആരെ ആഡ് ചെയ്യാം? ഹൈഡ്രജനെ ആഡ് ചെയ്യാം. ഹൈഡ്രജൻ ആഡ് ചെയ്യുന്ന പ്രക്രിയ എന്താണ്? റിഡക്ഷൻ. ആൽക്കൈന്റെ പ്രിപ്പറേഷൻ പഠിച്ചില്ലേ? അപ്പൊ എന്താ മെത്തേഡ്? എന്താ? ആൽക്കൈൻസ് ഓൺ റിഡക്ഷൻ. ആൽക്കൈൻസ് ഓൺ reduction. Reduction means addition of hydrogen. നമ്മൾ ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നു. that means ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? CH ഡബിൾ ബോണ്ട് CH. ഈ കാർബണിന് എത്ര വാലൻസി ഉണ്ട്? 2 1 3. 4 വാലൻസി വരണ്ടേ കാർബണിന്? that is കാർബൺ ഒരു വാലൻസി ഇവിടെ ഫ്രീ ആയി. ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്തില്ലേ? ഈ കാർബണിനോ 2 1 3 ഒരു വാലൻസി ഫ്രീ ആയില്ലേ? that means ആ സ്ഥാനത്തേക്ക് ആരെ കൊടുക്കുക? ഹൈഡ്രജൻ. ഇവിടെ എന്താകും? CH2 ഡബിൾ ബോണ്ട് CH. അപ്പം നമ്മുടെ ആൽക്കൈൻസ് എന്തിനു വിധേയമാക്കുക? റിഡക്ഷൻ വിധേയമാക്കുക. റിഡക്ഷൻ മീൻസ് അഡിഷൻ ഓഫ് ഹൈഡ്രജൻ. നമ്മൾ സാധാരണ റിഡക്ഷൻ ഉപയോഗിക്കുന്ന റിയേജന്റ് ആൽക്കൈൻസിൽ പഠിച്ചതാണ് പ്ലാറ്റിനം ഓർ പലേഡിയം ഓർ നിക്കൽ. ഇവിടെ നമ്മൾ പ്ലാറ്റിനമോ പലേഡിയമോ നിക്കലോ ഉപയോഗിച്ച് ആൽക്കീൻ കിട്ടും. പക്ഷേ റിയാക്ഷൻ സ്റ്റോപ്പ് ചെയ്യില്ല. ഇത് വീണ്ടും റിഡക്ഷൻ വിധേയമാകുന്നത് കിട്ടും ആൽക്കൈൻ കിട്ടും. കിട്ടും ആൽക്കൈൻ. ഇവിടെ പഠിച്ച റിയാക്ഷൻ. പക്ഷെ നമുക്ക് അതിന്റെ ആവശ്യകതയുണ്ടോ? ആൽക്കൈൻ റിയാക്ഷൻ നടത്തണ്ടേ? അതിനു വേണ്ടി ഉപയോഗിക്കേണ്ട കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ പലേഡൈസ്ഡ് ചാർക്കോൾ. ചാർക്കോൾ മീൻസ് കാർബൺ. പോയിസൺഡ് വിത്ത് ക്വിനലിൻ. പോയിസൺഡ് വിത്ത് ക്വിനലിൻ അല്ലെങ്കിൽ സൾഫർ കോമ്പൗണ്ട്. ഈ കാറ്റലിസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ റിയാക്ഷൻ അവിടെ നിൽക്കും, ആൽക്കീൻസ് നിൽക്കും. നമ്മൾ ഉപയോഗിക്കുന്ന റിയേജന്റ് എന്താണ്? പലേഡൈസ്ഡ് ചാർക്കോൾ പോയിസൺഡ് വിത്ത് ക്വിനലിൻ ഓർ സൾഫർ കോമ്പൗണ്ട്. ഇതിന് പറയുന്ന പേരാണ്, ഓർത്തു വെച്ചേക്കണം, ലിൻലാസ് കാറ്റലിസ്റ്റ് എന്ന് പറയും. ഇതാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻസ്. ലിൻലാസ് കാറ്റലിസ്റ്റ്. എന്താ ലിൻലാസ് കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ? പലേഡൈസ്ഡ് ചാർക്കോൾ പോയിസൺഡ് വിത്ത് ക്വിനലിൻ ഓർ സൾഫർ കോമ്പൗണ്ട്. പലേഡൈസ്ഡ് ചാർക്കോൾ പോയിസൺഡ് വിത്ത് ക്വിനലിൻ ഓർ സൾഫർ കോമ്പൗണ്ട്. പറയുന്ന പേരെന്താണ്? ലിൻലാസ് കാറ്റലിസ്റ്റ് എന്നാണ് പറയുന്നത്. നമ്മുടെ ഈ പലേഡിയത്തിന്റെ ആക്ടിവിറ്റി കുറയ്ക്കാനാണ് നമ്മൾ പോയിസൺ ആയിട്ട് എന്ത് ഉപയോഗിക്കുക? ക്വിനലിൻ അല്ലെങ്കിൽ സൾഫർ കോമ്പൗണ്ട്. അതിന്റെ ആക്ടിവിറ്റി കുറച്ചില്ല എങ്കിൽ റിയാക്ഷൻ അവിടെ പോയി കംപ്ലീറ്റ് ചെയ്യും, ആൽക്കൈനിൽ പോയിരിക്കും. നമുക്ക് എന്ത് മതി? ആൽക്കീനെ പ്രിപ്പയർ ചെയ്താൽ പോരെ. അതിനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ലിൻലാസ് കാറ്റലിസ്റ്റ് ഉപയോഗിക്കുന്നത്. ആദ്യ പ്രിപ്പറേഷൻ മെത്തേഡ് പഠിച്ചൂടെ? ഒന്നാമത്തെ പ്രിപ്പറേഷൻ മെത്തേഡ് ഫ്രം ആൽക്കൈൻസ്. എങ്ങനെയാണ്? ആൽക്കൈൻസ് ഓൺ റിഡക്ഷൻ. Reduction means addition of hydrogen by using Linnlas catalyst. The Linnlas catalyst palladium charcoal poisoned with quinoline or sulfur compound. നമുക്കാരെ കിട്ടും? ആൽക്കീൻ. വളരെ സിമ്പിൾ ആയിട്ട് റിയാക്ഷൻ പഠിച്ചൂടെ? Then രണ്ടാമത്തെ പ്രിപ്പറേഷൻ മെത്തേഡ് പറയുന്നത് ഫ്രം ആൽക്കൈൽ ഹാലൈഡ്. ഫ്രം ആൽക്കൈൽ ഹാലൈഡ്. നോക്കുക, ഇത് വളരെ ഇമ്പോർട്ടന്റ് റിയാക്ഷൻ ആണ്. ആൽക്കൈൽ ഹാലൈഡ്, അതിന്റെ യൂണിവേഴ്സ് നെയിം ആണ് ഹാലോ ആൽക്കൈൻസ്, കണ്ടെയ്നിങ് ബീറ്റാ ഹൈഡ്രജൻ ആറ്റം. നോക്കാം, CH3 CH2 Pr. ഇതൊരു ഹാലോ ആൽക്കൈൻ ആണ്, ഇതിന്റെ ആൽക്കൈൽ ഹാലൈഡ്. അങ്ങനെ മനസ്സിലായി. ഒരു ഹാലജൻ ആറ്റം ഉണ്ട്, ബ്രോമിൻ മീൻസ് ഹാലജൻ. ഹാലജൻസ് അറിയാലോ, 17ാമത്തെ ഗ്രൂപ്പ് എലമെന്റ്സ് ആണ് ഹാലജൻസ്. ആരൊക്കെയാണ്? ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ. ഇവിടെ ബ്രോമിൻ ഉള്ളത് കൊണ്ട് തന്നെ എന്താണ്? ഒരു ഹാലോ ആൽക്കൈൻ ആണ്.
ഇതിനകത്ത് ബീറ്റ ഹൈഡ്രജൻ ആറ്റം വേണമെന്നാ പറഞ്ഞത്. എന്താ ബീറ്റ ഹൈഡ്രജൻ? ബീറ്റ കാർബണിലെ ഹൈഡ്രജൻ ആണ് ബീറ്റ ഹൈഡ്രജൻ. എന്താ ബീറ്റ കാർബൺ? ആൽഫ കാർബണുമായി ബോണ്ട് ചെയ്തിരിക്കുന്ന കാർബണാണ് ബീറ്റ കാർബൺ. എന്താ ഈ ആൽഫ കാർബൺ? ഫങ്ഷണൽ ഗ്രൂപ്പ് ബോണ്ട് ചെയ്തിരിക്കുന്ന കാർബണാണ് ആൽഫ കാർബൺ. വളരെ സിമ്പിൾ അല്ലേ? ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ് ആരാ? ഹാലജൻ. അത് ബോണ്ട് ചെയ്തിരിക്കുന്ന കാർബൺ ആരാ? ഇതാണ് ഇവിടുത്തെ ആൽഫ കാർബൺ. അതിലെ ഹൈഡ്രജൻ ആൽഫ ഹൈഡ്രജൻ. ഈ ആൽഫ കാർബൺ ബോണ്ട് ചെയ്തിരിക്കുന്ന കാർബൺ ബീറ്റ കാർബൺ. അതിലെ ഹൈഡ്രജൻ എന്താ? ബീറ്റ ഹൈഡ്രജൻ. ഓർക്കാം, വളരെ സിമ്പിൾ ആയി ഓർത്തൂടെ. അപ്പോൾ ഇതിനകത്ത് ബീറ്റ ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. അപ്പോൾ ഹാലോ ആൽക്കീൻസ് കണ്ടെയ്നിങ് beta hydrogen atom on reaction with alcoholic potassium hydroxide. അതിനെ റിയാക്ട് ചെയ്തിട്ട് alcoholic potassium hydroxide എന്ന് റിയാക്ട് ചെയ്തിട്ട് halo alkanes containing beta hydrogen atom on reaction with alcoholic potassium hydroxide. റിയാക്ഷൻ എന്ന് പറയട്ടെ. ഈ ഹാലജൻ ഇവിടുത്തെ പൊട്ടാസ്യം ഇത് പോകും, പൊട്ടാസ്യം ഹാലൈറ്റ് പുറത്തു പോകും. Then ഈ ബീറ്റ ഹൈഡ്രജൻ ആറ്റവും ബാക്കിയുള്ള OH കൂടെ എന്ത് പോകും? വാട്ടർ പോകും. ബാക്കി എന്തുണ്ടെന്ന് പറഞ്ഞാൽ മതി. ഇവിടെ ഇതിന്റെ ഉള്ളിൽ ഹൈഡ്രജൻ പോയാൽ ബാക്കി എന്തുണ്ട്? CH2 സിംഗിൾ ബോണ്ട് CH2B ആണ് പോയി. ഈ കാർബണിന്റെ ബാലൻസ് നമുക്ക് 2 1 3 2 1 3 3 ബാലൻസ് ചെയ്തേ ഉള്ളൂ. ഒരു ഡബിൾ ബോണ്ട് കൊടുത്താൽ എന്താ 4 ബാലൻസ് ആയില്ലേ? 2 2 4 ആൽക്കീനായില്ലേ? സിമ്പിൾ ആയിട്ട് കാര്യം മനസ്സിലായില്ലേ? അപ്പോൾ ഹാലോ ആൽക്കേൻസ് കണ്ടെയ്നിങ് ബീറ്റ ഹൈഡ്രജൻ ആറ്റം ഓൺ റിയാക്ഷൻ വിത്ത് ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ഹാലോ ആൽക്കേൻസ് കണ്ടെയ്നിങ് ബീറ്റ ഹൈഡ്രജൻ ആറ്റം ഓൺ റിയാക്ഷൻ വിത്ത് ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് കാര്യം കിട്ടും ആൽക്കീൻ. ഈ റിയാക്ഷനെ വേണമെങ്കിൽ പറയുന്ന മറ്റൊരു പേരും കൂടെ ഓർത്ത് വെച്ചേക്കണം, ബീറ്റ എലിമിനേഷൻ. ദാറ്റ് ഈസ് ആരാണ് എലിമിനേറ്റ് ചെയ്തത്? ബീറ്റ ഹൈഡ്രജൻ എലിമിനേറ്റ് ചെയ്തതുകൊണ്ട് നമുക്ക് എന്ത് പേര് പറയാം? ബീറ്റ എലിമിനേഷൻ. പക്ഷേ ഹൈഡ്രജൻ മാത്രമാണ് എലിമിനേറ്റ് ചെയ്ത് ഹാലോ ആൽക്കീൻ ആകുന്നത്. ഹൈഡ്രജൻ പോയി, ഹാലജൻ പോയി. അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, ഡീഹൈഡ്രോ ഹാലജനേഷൻ എന്ന് വേണമെങ്കിൽ ഈ റിയാക്ഷനെ പറയാം. ഹൈഡ്രജനും ഹാലജനും ചെയ്യപ്പെട്ടു, എലിമിനേറ്റ് ചെയ്യപ്പെട്ടു. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഡീഹൈഡ്രോ ഹാലജനേഷൻ. ഹൈഡ്രജനും പോയി, ഹാലജനും പോയി. നമുക്ക് അത് എന്ത് പറയാം? ഡീഹൈഡ്രോ ഹാലജനേഷൻ എന്ന് വേണമെങ്കിലും പറയാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുക. രണ്ട് പേരുകൾ ബീറ്റ എലിമിനേഷനും ഡീഹൈഡ്രോ ഹാലജനേഷനും. രണ്ടു വരുന്നതിനാണ് റിയാക്ഷൻ. ഓർക്കുക, ഹാലോ ആൽക്കേൻസ് കണ്ടെയ്നിങ് ബീറ്റ ഹൈഡ്രജൻ ആറ്റം ഓൺ റിയാക്ഷൻ വിത്ത് ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. നമുക്ക് ആരെ കിട്ടും? ആൽക്കീൻ. ഇവിടെ എന്ത് നടക്കും? ഹൈഡ്രജനും ഹാലജനും, ബീറ്റ ഹൈഡ്രജനും ഹാലജനും ചെയ്യപ്പെടും, എലിമിനേറ്റ് ചെയ്യപ്പെടും. നമുക്ക് ആരെ കിട്ടും? ആൽക്കീൻ. റീജന്റ് മാറിപ്പോകരുത്. നമ്മൾ ഇത് തന്നെ ഉപയോഗിക്കണം, ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് തന്നെ ഉപയോഗിക്കണം. ഇത് തന്നെ ഉപയോഗിക്കണം, ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് തന്നെ ഉപയോഗിക്കണം. ഈ റിയാക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ സെക്കൻഡ് ഇയറിൽ വളരെ ആധികാരികമായ റിയാക്ഷനെ കുറിച്ച് പഠിക്കും. ഓക്കെ, രണ്ട് പ്രിപ്പറേഷൻ മെത്തേഡ് ആൽക്കീൻസിനായിട്ട് പറഞ്ഞു. രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. രണ്ടും വളരെ ശ്രദ്ധയോടെ പഠിക്കുക. ഓക്കെ, മൂന്നാമത്തെ പ്രിപ്പറേഷൻ മെത്തേഡ് പറയുന്നത് ഫ്രം ആൽക്കഹോൾ. ആൽക്കഹോളിൽ നമുക്ക് എങ്ങനെ ആൽക്കീനെ പ്രിപ്പയർ ചെയ്യാം? ഇവിടുന്ന് ആൽക്കഹോൾസിനകത്ത് നമുക്ക് എങ്ങനെ ആൽക്കീനെ പ്രിപ്പയർ ചെയ്യാം നോക്കുക. CH3 CH2 OH. ഇതൊരു ആൽക്കഹോൾ അല്ലേ? ആണ്. എങ്ങനെ മനസ്സിലായി? ഫങ്ഷൻ കൊടുക്കുന്നുണ്ട് അല്ലേ? ആൽക്കഹോളിന്റെ ഫങ്ഷൻ എന്താ? OH. ഈ ആൽക്കഹോളിനെ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡുമായി റിയാക്ട് ചെയ്യിപ്പിക്കുക at 443 Kelvin. 443 Kelvin ടെമ്പറേച്ചറിൽ ഈ ആൽക്കഹോളിനെ ആരുമായി റിയാക്ട് ചെയ്യിപ്പിക്കുക? കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. നമുക്കറിയാം സൾഫ്യൂരിക് ആസിഡ് ഈസ് എ വെരി ഗുഡ് ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ്. വളരെ വേഗം വാട്ടറിനെ അബ്സോർബ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു കോമ്പൗണ്ട് ആണ് സൾഫ്യൂരിക് ആസിഡ്. ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. സൾഫ്യൂരിക് ആസിഡ് ഈസ് എ വെരി ഗുഡ് ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ്. സൾഫ്യൂരിക് ആസിഡ് ഈ ആൽക്കഹോളിനൊന്നും ആരെ അബ്സോർബ് ചെയ്യും? വാട്ടർ. ഇവിടെ നടക്കുന്നത് ബീറ്റ എലിമിനേഷൻ ആണ്. റിയാക്ഷൻ എന്താണ്? ബീറ്റ എലിമിനേഷൻ. നോക്കുക, ഹാലജന് പകരം OH, then ബീറ്റ ഹൈഡ്രജൻ ആറ്റം. കാര്യം വ്യക്തം മനസ്സിലാക്കുക. ഹാലജന് പകരം ആര്? OH, then ആരാണ്? ബീറ്റ ഹൈഡ്രജൻ. OH വെച്ച് കൂടി ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? വാട്ടർ. ആരെ എലിമിനേറ്റ് ചെയ്തു? വാട്ടർ. ബാക്കി എന്തും ഇവിടെ പറ? CH2 ഉണ്ട്, സിംഗിൾ ബോണ്ട് CH അല്ലേ? OH പോയി. ഈ കാർബൺ ബാലൻസ് എത്ര? 2 1 3 2 1 3 4
ബാലൻസ് ചെയ്യാനുണ്ട്. ഇപ്പൊ എന്താ മാർഗം? ആൽക്കീനായില്ലേ? സംഭവം സിമ്പിൾ അല്ലേ? നമ്മുടെ ആൽക്കഹോളിനെ കോൺസെൻട്രേറ്റഡ് സൾഫൂരിക് ആസിഡുമായി റിയാക്ട് ചെയ്യിപ്പിക്കുക. അറ്റ് 443 കെൽവിൻ നമുക്ക് ആരെ കിട്ടും? ആൽക്കീനെ കിട്ടും. ആരെ കിട്ടും? ആൽക്കീൻ. ഇവിടെ ആരെ എലിമിനേറ്റ് ചെയ്ത്? വാട്ടർ. വാട്ടർ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് റിയാക്ഷൻസ് എന്ത് പറയാം? ഡീഹൈഡ്രേഷൻ. പറയാം ഡീഹൈഡ്രേഷൻ. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, alcohols on dehydration, alcohols on dehydration by using corn sulfuric acid at 443 നമുക്ക് ആരെ കിട്ടും? ആൽക്കീൻ. ഈ റിയാക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ആൽക്കഹോൾ എന്ന് പറയുന്ന സെക്ഷനകത്ത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കും. വേറെയും റിലേറ്റഡ് ഉപയോഗിക്കാറുണ്ട്. അതിനെക്കുറിച്ച് ആദ്യമായിട്ട് പഠിക്കും. കൂടുതലൊന്നും പറയുന്നില്ല, ജസ്റ്റ് ഇത് മാത്രം പഠിച്ചു വെച്ചേക്കുക. ആൽക്കഹോളിനെ ഡീഹൈഡ്രേഷൻ വിധേയമാക്കുക ബൈ യൂസിങ് കോൺ സൾഫൂരിക് ആസിഡ് അറ്റ് 443 നമുക്ക് ആരെ കിട്ടും? ആൽക്കീനെ കിട്ടും. ഓർക്കാൻ കഴിയില്ലേ? വളരെ പ്രധാനപ്പെട്ട റിയാക്ഷൻ ആണ് ആൽക്കീന്റെ പ്രിപ്പറേഷൻ മെത്തേഡ് ഫ്രം ആൽക്കഹോൾ. നാലാമത്തെ പ്രിപ്പറേഷൻ മെത്തേഡ് ഫ്രം വിസിനൽ ഡൈഹാലൈഡ്. വളരെ കൺഫ്യൂഷൻ വരാം. നമുക്ക് കേൾക്കാത്തൊരു ടേമാണ് അല്ലേ? വിസിനൽ ഡൈഹാലൈഡ്. എന്താണ് വിസിനൽ ഡൈഹാലൈഡ്? ചെറിയ വിസിനൽ ഉണ്ടെങ്കിൽ ഡൈഹാലൈഡ് നിങ്ങൾക്കറിയാം. രണ്ട് ഡൈ മീൻസ് രണ്ട് ഹാലൈഡുള്ള സാധനങ്ങളാണ് ഡൈഹാലൈഡ്സ്. എന്താ വിസിനൽ ഡൈഹാലൈഡ് നോക്കാം. ജസ്റ്റ് നോക്കിയിട്ട് ബാക്കി പറയാം. നോക്കുക. ഇതൊരു ഡൈഹാലൈഡ് ആണ് അല്ലേ? രണ്ട് ഹാലൈഡ്. ഇതും ഒരു ഡൈഹാലൈഡ് ആണ് അല്ലേ? രണ്ട് ഹാലൈഡ്. ഇതും ഒരു ഡൈഹാലൈഡ്, രണ്ട് ഹാലൈഡ്. ഇവിടെ കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ രണ്ട് ഹാലൈഡും ഒരു സിംഗിൾ കാർബണിലാണ് ബോണ്ട് ചെയ്താൽ അവയെ പറഞ്ഞ പേരാണ് ജെമിനൽ ഡൈഹാലൈഡ് എന്ന് പറയും. ജെമിനൽ. രണ്ട് ഹാലൈഡും ഒരു സിംഗിൾ കാർബണിൽ ബോണ്ട് ചെയ്യണം. ഓക്കേ, ഈ ഒരു കാർബൺ രണ്ട് ഹാലജൻ ബോണ്ട് ചെയ്തിരിക്കുന്നത് അല്ലേ? ഒരു സിംഗിൾ കാർബണിലാണ് രണ്ട് ഹാലജനാറ്റങ്ങളും ബോണ്ട് ചെയ്താൽ അവയെ പറഞ്ഞ പേരാണ് ജെമിനൽ ഡൈഹാലൈഡ് എന്ന് പറയും. ഈ കോമ്പൗണ്ടുകളുടെ പേരുകൾക്ക് മുന്നിൽ ജം ചേർക്കും. ജം എന്ന് ചേർക്കും. രണ്ട് ഹാലജനാറ്റങ്ങളും ഒരു സിംഗിൾ കാർബണിൽ ബോണ്ട് ചെയ്താൽ അവയെ പറഞ്ഞ പേരാണ് ജെമിനൽ ഡൈഹാലൈഡ് എന്ന് പറയും. ജെമിനൽ ഡൈഹാലൈഡ്. ഇനി മനസ്സിലാക്കേണ്ടത്, ഈ രണ്ട് ഹാലജനാറ്റങ്ങളും സക്സസീവ് കാർബൺ അടുത്തടുത്ത കാർബണിലാണ് ബോണ്ട് ചെയ്താൽ അവയെ പറഞ്ഞ പേരാണ് വിസിനൽ ഡൈഹാലൈഡ്. രണ്ട് ഹാലജനാറ്റങ്ങളും സക്സസീവ് കാർബൺ അടുത്തടുത്ത കാർബൺ. നോക്കാം, ഇവിടെ രണ്ട് ഹാലജൻ ഉണ്ട്. അടുത്തടുത്ത കാർബണിലാണ് രണ്ട് ഹാലജനും ബോണ്ട് ചെയ്തുകൊണ്ട് ഇവയെ പറഞ്ഞ പേരാണ് തോന്നുന്നത് വിസിനൽ ഡൈഹാലൈഡ്. അവരുടെ പേരിന് മുന്നിൽ നമ്മൾ ചേർക്കും വിസ്. അങ്ങനെയെങ്കിൽ ഈ കോമ്പൗണ്ട് നോക്കിയേ, ജെമിനൽ ആണോ? അല്ല, ഡൈഹാലൈഡ് ആണ്. രണ്ട് ഹാലജൻ ഒരു കാർബൺ അല്ല ബോണ്ട് ചെയ്തത്. അതുകൊണ്ട് ഈ സാധനം എന്തല്ല? ജെമിനൽ അല്ല. രണ്ട് ഹാലജനാറ്റങ്ങളും അടുത്തടുത്ത കാർബണിലാണോ? അല്ല. അതുകൊണ്ട് ഇത് എന്തുമല്ല? വിസിനലും അല്ല. ഇത് ജെമിനലും അല്ല, വിസിനലും അല്ല. കാര്യം മനസ്സിലാക്കുക, ടേം ഒന്ന് മനസ്സിലാക്കി വെക്കുക. രണ്ട് ഡൈഹാലൈഡ് മീൻസ് രണ്ട് ഹാലജൻ ഉണ്ടാവണം. ആ രണ്ട് ഹാലജനാറ്റങ്ങളും ഒരു കാർബണിൽ ബോണ്ട് ചെയ്താൽ ജെമിനൽ. രണ്ട് ഹാലജനാറ്റങ്ങളും സക്സസീവ് കാർബൺ അടുത്തടുത്ത കാർബണിൽ ബോണ്ട് ചെയ്ത പേരാണ് വിസിനൽ. ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, ജെമിനലും വിസിനലും അല്ലാത്ത ഡൈഹാലൈഡ് ഇഷ്ടമാതിരിയുള്ളത് കൂടെ ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ നമ്മുടെ പ്രിപ്പറേഷൻ മെത്തേഡ് എന്താ? ഫ്രം വിസിനൽ ഡൈഹാലൈഡ്സ്. ഈ വിസിനൽ ഡൈഹാലൈഡ്സ് നമുക്ക് എങ്ങനെ ആൽക്കീനെ പ്രിപ്പയർ ചെയ്യാം നോക്കുക. ഞാൻ വിസിനൽ ഡൈഹാലൈഡ് എഴുതാം. CH2Br CH2Br. ഇതൊരു വിസിനൽ ഡൈഹാലൈഡ് അല്ലേ? രണ്ട് ഹാലജനാറ്റങ്ങളുണ്ട്. രണ്ട് ഹാലജനാറ്റങ്ങളും അടുത്തടുത്ത കാർബണിലാണ് ബോണ്ട് ചെയ്തിരിക്കുന്നത്. ഈ വിസിനൽ ഡൈഹാലൈഡിനെ സിങ്ക് ഡസ്റ്റ് ചേർത്ത് ഹീറ്റ് ചെയ്യുക. സിങ്ക് ഡസ്റ്റ് ചേർത്ത് ഹീറ്റ് ചെയ്യുക. റിയാക്ഷൻ വളരെ സിമ്പിൾ ആണ്. ഈ സിങ്കും രണ്ട് ഹാലജനും കൂടെ എന്ത് പോകും? സിങ്ക് ഹാലൈഡ് ZnBr2. Cl ആണ്, ZnCl2. സിങ്ക് ഹാലൈഡ് പുറത്തു പോകും. ബാക്കി എന്തുണ്ട്? CH2 സിംഗിൾ ബോണ്ട് CH2. രണ്ടിലും ബ്രോമിൻ പോയില്ലേ? ഹാലജൻ പോയില്ലേ? ബാലൻസ് കറക്റ്റ് എന്ത് കൊടുക്കണം? ഡബിൾ ബോണ്ട്. ആൽക്കീൻ കിട്ടിയില്ലേ? നല്ല സിമ്പിൾ അല്ലേ? അതായത് നമ്മുടെ വിസിനൽ ഡൈഹാലൈഡിനെ സിങ്ക് ചേർത്ത് ഹീറ്റ് ചെയ്താൽ, സിങ്ക് ഡസ്റ്റ് ചേർത്ത് ഹീറ്റ് ചെയ്താൽ, സിങ്ക് ഡസ്റ്റ് എന്ന് പറയുന്ന കാര്യം നമുക്ക് പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. സർഫസ് ഏരിയ കൂടുന്തോറും റിയാക്ഷന്റെ വേഗത കൂടും. പൗഡേർഡ് ആകുമ്പോൾ സർഫസ് ഏരിയ കൂടും.
ഡസ്റ്റ് ആകുന്നതും സർഫസ് ഏരിയ കൂടും. സർഫസ് ഏരിയ കൂടുന്നതും റിയാക്ഷൻ വേഗത കൂടും. സംശയമുണ്ടോ? നമ്മുടെ ബിസ്മുത്ത് ഡൈഹാലൈഡിനെ സിങ്ക് ഡസ്റ്റ് ചേർത്ത് ഹീറ്റ് ആരെ കിട്ടും? ആൽക്കീൻ. ആരെ കിട്ടും? ആൽക്കീൻ. അങ്ങനെ റിയാക്ഷൻ എന്താ? രണ്ട് ഹാലജൻ എലിമെന്റ് അല്ലേ? സിമ്പിൾ ആയിട്ട് ഹാലജൻ എലിമെന്റ്. അതുകൊണ്ട് റിയാക്ഷൻ എന്ത് പറയാം? ഡീഹാലജനേഷൻ. എന്ത് പറയാം? ഡീഹാലജനേഷൻ. നമ്മുടെ bismuth dihalides on dehalogenation. Bismuth dihalides on dehalogenation by heating with the zinc dust നമുക്ക് ആരെ കിട്ടും? ആൽക്കീൻ. വളരെ സിമ്പിൾ ആണ്, പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ നാല് പ്രിപ്പറേഷൻ മെത്തേഡും ആൽക്കീൻസിന്റെ നാല് പ്രിപ്പറേഷൻ മെത്തേഡ് ഒക്കെയാണ്. ആൽക്കൈൻസിനകത്ത് റിയാക്ഷൻ എന്താണ്? റിഡക്ഷൻ ആണ്. മനസ്സിലാക്കി വെച്ചേക്കുക. റിഡക്ഷൻ മീൻസ് അഡിഷൻ ഓഫ് ഹൈഡ്രജൻ. കാറ്റലിസ്റ്റ് മറന്നു പോകരുത്. ലില്ലാസ് കാറ്റലിസ്റ്റ്. ഈ കാറ്റലിസ്റ്റ് ഉപയോഗിച്ചില്ലെങ്കിൽ റിയാക്ഷൻ ഉടനെയും ആൽക്കീൻ ഉപയോഗിക്കും. എന്ത് മതി? ആൽക്കീൻ മതി. എന്താ ലില്ലാസ് കാറ്റലിസ്റ്റ്? പലയസ്റ്റ് ആൽക്കഹോൾ പോയിസൺഡ് വിത്ത് ക്വിനോളിൻ ഓർ സൾഫർ കോമ്പൗണ്ട്. ദെൻ രണ്ടാമത്തേത് ഫ്രം ആൽക്കൈൽ ഹാലൈഡ് ബീറ്റ എലിമിനേഷൻ അല്ലെങ്കിൽ ഡീഹൈഡ്രോ ഹാലജനേഷൻ റിയേജന്റ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മൂന്നാമത്തേത് ഫ്രം ആൽക്കഹോൾ മെത്തേഡ് എന്താണ്? ഡീഹൈഡ്രേഷൻ. റിയേജന്റും കണ്ടീഷനും മറന്നു പോകരുത്. അടുത്തത് ലാസ്റ്റ് ഫ്രം ബിസ്മുത്ത് ഡൈഹാലൈഡ് ഡീഹാലജനേഷൻ എന്ന് റിയേജന്റ് മറന്നു. വളരെ സിമ്പിൾ ആണ്, വളരെ പ്രധാനപ്പെട്ടതുമാണ് ഈ നാല് പ്രിപ്പറേഷൻ മെത്തേഡും ആൽക്കീൻസിൻ്റെത്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ് പഠിക്കേണ്ടത്. ഓർത്ത് വെച്ചേക്കുക. നമുക്ക് ആൽക്കീൻസിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ പഠിക്കാനുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് സെക്ഷൻ ആണ് ആൽക്കീൻസിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ. വരുന്ന ക്ലാസ് നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.